2026 ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ടൈം ടേബിൾ ഇവിടെ ഔട്ടായിട്ടുണ്ട്. സോ നിങ്ങൾ ഈ കാണുന്നത് ടൈം ടേബിളാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഈ വരുന്ന ജൂൺ 29-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അന്നൊരു തിങ്കളാഴ്ചയാണ് കേട്ടോ. തിങ്കളാഴ്ച എന്താ പറയുക, രാവിലെയാണ്. 2 വിഷയം വെച്ചിട്ടാണ് എക്സാം വരുന്നത്. സോ അന്ന് രാവിലെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 2 ലാംഗ്വേജസും ഒപ്പം എന്താണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റും വരുന്നുണ്ട്. ആൻഡ് അന്ന് ഉച്ചയ്ക്ക് ശേഷം എന്താണ് ഹിസ്റ്ററിയാണ് വരുന്നത്. പിന്നെ കെമിസ്ട്രി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷൊക്കെ കൂടെ വരുന്നുണ്ട്. ആൻഡ് തൊട്ടടുത്ത ദിവസം തന്നെ ട്യൂസ്ഡേ, അതായത് 30-ാം തീയതി ഫോർനൂണിൽ വരുന്നത് ഇംഗ്ലീഷാണ്. ദെൻ ഓൾസോ ആഫ്റ്റർനൂണിൽ വരുന്നത് ജോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി ഒക്കെയാണ് വരിക കേട്ടോ. ദെൻ 1-ാം തീയതി വെനസ്ഡേ വരുന്നത് രാവിലെ എന്താണ് ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിത്, സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് വരുന്നത്. ദെൻ ഓൾസോ ആ ഒരു വെനസ്ഡേ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വേറെ എക്സാം ഒന്നും വരുന്നില്ല. ദെൻ അടുത്ത ദിവസം തേഴ്സ്ഡേ 2-ാം തീയതി, ഓക്കെ, 2-ാം തീയതി വരുന്നത് ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രോപോളജിയാണ് വരിക. ആൻഡ് അന്ന് ഉച്ചയ്ക്ക് ശേഷം ആ ഒരു തേഴ്സ്ഡേ തന്നെ ആഫ്റ്റർനൂണിൽ എക്കണോമിക്സും ഇലക്ട്രോണിക്സ് സിസ്റ്റംസും വരുന്നുണ്ട്. ഓക്കെ, ദെൻ ജൂലൈ 3, ദറ്റ് ഈസ് ഫ്രൈഡേ, രാവിലെ വരുന്നത് മാത്തമാറ്റിക്സും പാർട്ട് 3 ലാംഗ്വേജസ്, സാൻസ്ക്രിത്, ശാസ്ത്ര, സൈക്കോളജിയാണ് വരിക. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സും ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ചാനലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹ്യൂമാനിറ്റി സബ്ജക്ട്സിൻ്റെ എല്ലാ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഏത് വിഷയമാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ സേ എക്സാം എഴുതാൻ പോകുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. കാരണം കൂടുതൽ പേര് എഴുതുന്ന സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുറച്ച് സമയമാണ് പഠിക്കാനുള്ളത്. മീൻസ് എന്താ പറയുക, ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എഴുതുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം ടൈം ഉണ്ട്. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് ഒരു വിഷയമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ അത് ഒരു വിഷയമൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ടൈം നമുക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് എക്സാം എഴുതുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പക്ഷേ സേ എക്സാം ഒക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2-3 വിഷയമൊക്കെ സേ എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഒരു 1 മന്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുമുണ്ട്. ആൻഡ് ഓൾസോ എക്സാമിൻ്റെ ടൈം ടേബിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും ഇടയിൽ വേറെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ. അപ്പം നമ്മൾ നേരത്തെ കൂട്ടി തന്നെ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർഡ് ആയാൽ മാത്രമാണ് ആ ഒരു ടൈമിൽ നന്നായിട്ട് എക്സാം എഴുതി ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. സേ എക്സാം എഴുതുന്നവരായിക്കോട്ടെ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവരായിക്കോട്ടെ, ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ വിഷയങ്ങളുടെ ക്ലാസ്സസ് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, PYQ ഡിസ്കഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സസും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏത് വിഷയമാണ് നിങ്ങൾ, മീൻസ് ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനോടാണ് കേട്ടോ പറയുന്നത്, അതായത് ഏത് വിഷയമാണ് നിങ്ങൾ സേ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് ഇടുക കേട്ടോ. സോ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ എന്താണ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തുകൂടി വെക്കുക. ഹൈപ്പ് തരാണ്ട് മറന്നു പോകരുത്. ബെല്ലൈക്കൻ പ്രത്യേകം എനേബിൾ ആക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താ പറയുക, ഡെയിലി ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സസ് ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ എനേബിൾ ആക്കി സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം കേട്ടോ. സോ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.